ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. അതുപോലെ 6 ചോദ്യങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. അതിൻ്റെ ഉപചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 5, 6 എന്നീ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും. പ്രവർത്തനം 1. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതിയ ഒരു അഞ്ചക്ക സംഖ്യയാണ് 53,427. ചോദ്യം എ. ഇതേ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏത്? അപ്പോൾ ഈ സംഖ്യയിലുള്ള അക്കങ്ങൾ ഏതൊക്കെയാണ്? 5, 3, 4, 2, 7 എന്നിവയാണല്ലേ. അപ്പോൾ ചെറിയ സംഖ്യ എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഈ അക്കങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ മതി. അതായത് 2, 3, 4, 5, 7. ഇപ്പോൾ 23,457 സംഖ്യ. ചോദ്യം ബി. ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തെ അക്കം ഏത്? അപ്പോൾ ഈ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റിയ ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? അക്കങ്ങളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ച പോലെ എഴുതിയാൽ മതി. അതായത് 7, 5, 4, 3, 2. 75,432. ഇതിലെ 1ന്റെ സ്ഥാനത്തെ അക്കം ഏതാണ്? 2 ആണ്. ചോദ്യം സി. ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന അഞ്ചക്ക സംഖ്യകളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 50,000-ൽ കൂടുതലാണ്, ബി 50,000-ൽ കുറവാണ്, സി 1ന്റെ സ്ഥാനത്ത് 7 ആണ്, ഡി 60,000-നും 70,000-നും ഇടയിലാണ്. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു, 75,432 ആണ്. ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ 23,457 ആണ്. ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചു നോക്കിയാൽ മതി. അതായത് 75,432 കുറയ്ക്കണം 23,457. ഉത്തരം 51,975 ആണ്. അപ്പോൾ ഈ പ്രസ്താവനയിൽ ഏതാണ് ശരിയായത്? 50,000-ൽ കൂടുതലാണ് അല്ലേ. 50,000-ൽ കൂടുതലാണ്. പിന്നെ ആ പ്രസ്താവനയാണ് ശരിയായത്. ചോദ്യം ഡി. 5, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഒരു അഞ്ചക്ക ഇരുവഴി സംഖ്യ എഴുതുക. അപ്പോൾ ഇരുവഴി സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പാലിൻഡ്രോം നമ്പർ എന്ന് പറയും. അതായത് മുന്നിൽ നിന്ന് വായിക്കുമ്പോഴും പിന്നിൽ നിന്ന് വായിക്കുമ്പോഴും ഒരുപോലെ നമുക്ക് വായിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ഇരുവഴി സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 5, 3, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഒരുപാട് സംഖ്യകൾ എഴുതാൻ പറ്റും അല്ലേ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? 53,435 അതൊക്കെ തുടർച്ചയായിട്ട് എഴുതിപ്പോയി. 5, 3, 4 തിരികെയും 3, 5 എന്ന് എഴുതി. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് വായിക്കുമ്പോഴും 53,435 എന്ന് വരും കേട്ടോ. ഈ സംഖ്യ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ചോദ്യം ഇ. 1, 2, 3, 0 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന എല്ലാ 4 അക്ക സംഖ്യകളും എഴുതിയാൽ അവയുടെ 100ന്റെ സ്ഥാനത്തെ സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാകും? ഇതെങ്ങനെയാണ് ചെയ്യാം മക്കളെ? നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 100ന്റെ സ്ഥാനത്ത് 0 വരണമെന്നാണല്ലേ. അപ്പോൾ ഇത് 3 തരത്തിൽ വരാം. ഒന്നുകിൽ 1000ന്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ, 1000ന്റെ സ്ഥാനത്ത് എന്തായാലും 0 വരില്ലല്ലോ. അപ്പോൾ അത് 3 അക്ക സംഖ്യ ആയി മാറില്ലേ. സോ 3 രീതിയിലാണ് വരിക. ഒന്നുകിൽ 1000ന്റെ സ്ഥാനത്ത് 1 വരാം, അല്ലെങ്കിൽ 1000ന്റെ സ്ഥാനത്ത് 2, അല്ലെങ്കിൽ 1000ന്റെ സ്ഥാനത്ത് 3. അപ്പോൾ 1000ന്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംഖ്യകൾ 1, 0. 0 എപ്പോഴും 100ന്റെ സ്ഥാനത്തായിരിക്കണം, അതിന് മാറ്റമില്ല. അപ്പോൾ 1023, 1032 എന്നീ 2 സംഖ്യകൾ വരും. ഇനി 1000ന്റെ സ്ഥാനത്ത് 2 ആണ് വരുന്നതെങ്കിൽ 2013, 2031 എന്നീ 2 സംഖ്യകളെ വരുമോ. പിന്നെ 1000ന്റെ സ്ഥാനത്ത് 3 വന്നാൽ 3012, 3021 എന്നീ 2 സംഖ്യകൾ വരും. അപ്പോൾ 100ന്റെ സ്ഥാനത്ത് 0 വരുന്ന ആകെ സംഖ്യകൾ എത്രയാണ്? 6 എണ്ണമാണ് ഉള്ളത്. പ്രവർത്തനം 2. ഈ സംഖ്യകൾ നോക്കൂ. 16,32,482, 15,37,821, 3,50,421, 3,58,212. ചോദ്യം എ. ഈ സംഖ്യകൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചെഴുതിയാൽ അവസാനം വരുന്ന സംഖ്യ ഏത്? സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ എങ്ങനെയാണ്? 16,32,482, 15,37,821, 3,58,212, 3,50,421 എന്നിങ്ങനെയാണ്. അപ്പോൾ അവസാനം വരുന്ന സംഖ്യ 3,50,421 ആണ്. ചോദ്യം ബി. ഇവയിൽ 2 സംഖ്യകളുടെ തുക 19,82,903 ആണ്. ആ സംഖ്യകൾ ഏതെല്ലാം?
അപ്പോൾ നൽകിയിട്ടുള്ള സംഖ്യകളിൽ നമുക്ക് 16,32,482 3,50,421 കൂട്ടിയാൽ നമുക്ക് 12,82,903 ലഭിക്കും. അതുകൊണ്ട് സംഖ്യകൾ 16,32,482 3,50,421 ആണ്. ചോദ്യം സി, ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 16,32,482 ആണ്. ഏറ്റവും ചെറിയ സംഖ്യ 3,50,421 ആണ്. വ്യത്യാസം കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര വരും? 12,82,061 വരുന്നത്. ചോദ്യം ഡി, ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ് ചുവടെയുള്ളത്. ഒന്നാമത്തെ എന്താണ്? സംഖ്യ 1 മില്യനേക്കാൾ കുറവാണ്. സംഖ്യ 1 മില്യനേക്കാൾ കൂടുതലാണ്. സംഖ്യ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ്. സംഖ്യ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മുകളിലെ പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 4ഉമാണ്, 2ഉം 3ഉമാണ്, 1ഉം 3ഉമാണ്, 2ഉം 4ഉമാണ്. അപ്പോൾ ഡി ആണല്ലേ ശരിയായിട്ടുള്ളത്. നോക്കൂ, രണ്ടാമത്തെ സംഖ്യ 1 മില്യനേക്കാൾ കൂടുതലാണ്. 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം. 10 ലക്ഷത്തേക്കാൾ കൂടുതലാണ് അല്ലേ? 16 ലക്ഷം. പിന്നെ അതുപോലെ സംഖ്യ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ്. 16 ലക്ഷത്തി എന്ന് പറയുന്നത് 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. പ്രവർത്തനം 3, ചോദ്യം എ, 1395 പേന 12 വീതമുള്ള പാക്കറ്റുകളിലാക്കിയാൽ എത്ര പേന മിച്ചമുണ്ടാകും? അപ്പോൾ അതിൽ ആകെ പേനകൾ എന്ന് പറയുന്നത് എത്രയാണ്? 1395. 12 വീതമുള്ള പാക്കറ്റുകളിലാണ് 12 വീതമുള്ള പാക്കറ്റുകളാണ് ആക്കേണ്ടത്. അപ്പോൾ 1395നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 116 ഹരണഫലവും ശിഷ്ടം 3ഉം വരും. ഈ ശിഷ്ടം എന്താണ്? ശിഷ്ടം എന്ന് പറഞ്ഞാൽ മിച്ചം എന്നാണ് അർത്ഥം. ബാക്കി വരുന്നത് ഓക്കെ. അപ്പോൾ ഇതിലെ മിച്ചമുള്ള പേനകൾ 3ആണ്. ചോദ്യം ബി, ഇനി എത്ര പേന ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് കൂടി തികയ്ക്കാം? അപ്പോൾ ഒരു പാക്കറ്റിൽ 12 പേനകൾ വേണം. മിച്ചമുള്ള പേനകൾ എന്ന് പറയുന്നത് 3ആണ്. അപ്പോൾ ഒരു പാക്കറ്റ് നിറയ്ക്കാൻ ഇനി എത്ര കൂടെ വേണം? 12 കുറയ്ക്കണം 3 സമം 9 പേനകൾ കൂടെ വേണം. ചോദ്യം സി, 128 ഹരിക്കണം 8ന് തുല്യമായത് ഏത്? എ 64 ഹരിക്കണം 16, ബി 64 ഹരിക്കണം 8, സി 64 ഹരിക്കണം 4, ഡി 256 ഹരിക്കണം 4. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം 128 ഹരിക്കണം 8 എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. 16 ഉത്തരം വരുന്നത്. 128 ഹരിക്കണം 8 സമം 16. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ നമുക്ക് 16 ഉത്തരം കിട്ടുന്നത് 64 ഹരിക്കണം 4 ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് സി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ ഡി, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എന്നീ സംഖ്യകൾ നമുക്ക് 4 വരികളിലായിട്ട് തന്നിട്ടുണ്ട്. ഈ ക്രമം തുടർന്ന് എഴുതിയാൽ 20ാമത്തെ വരിയിലെ അവസാന സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 1ാം വരിയിലെ അവസാന സംഖ്യ 3ആണ്, 2ാം വരിയിലെ അവസാന സംഖ്യ 7ആണ്, 3ാം വരിയിലെ അവസാന സംഖ്യ 11ആണ്, 4ാം വരിയിലെ അവസാന സംഖ്യ 15ആണ്. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ മക്കളെ? അല്ലെങ്കിൽ ഇതൊരു പാറ്റേൺ ആണ്. 3, 7, 11, 15 4 വീതം കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ പാറ്റേൺ എഴുതി കൊടുക്കുക. പാറ്റേൺ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 20ാമത്തെ സംഖ്യ എത്ര കിട്ടും? 79 എന്ന് കിട്ടും. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യാം. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യ പദം എന്ന് പറയുന്നത് 3ഉം പൊതുവ്യത്യാസം 4ഉമാണ്. അപ്പോൾ 20ാമത്തെ സംഖ്യ കാണാൻ ആദ്യ പദം കൂട്ടണം, സംഖ്യ കുറയ്ക്കണം 1 ഗുണിക്കണം പൊതുവ്യത്യാസം ചെയ്താൽ മതി. അതായത് 3 കൂട്ടണം 20 കുറയ്ക്കണം 1 ഗുണിക്കണം 4 ചെയ്യുക. അപ്പോഴും നമുക്ക് 79 എന്ന് തന്നെ ഉത്തരം കിട്ടും. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരു പക്ഷേ പാറ്റേൺ എഴുതിയിട്ട് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. പ്രവർത്തനം 4, ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചമായി വരുന്ന സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4നേക്കാട്ടിലും കുറവായിട്ടുള്ള സംഖ്യകളായിരിക്കും മിച്ചമായി വരിക, ശിഷ്ടമായി വരിക. അതായത് 0, 1, 2, 3 എന്നീ സംഖ്യകളായിരിക്കും മിച്ചം വരിക. 4 വരുമോ? ഇല്ല. 4 വന്നാൽ ആ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ 4നേക്കാട്ടിലും കൂടുതലുള്ള സംഖ്യ വന്നാലും 4 അതിൽ പോകും അല്ലേ? അപ്പോൾ ഏത് സംഖ്യയാണോ നമുക്ക് തരുന്നത് ആ സംഖ്യയേക്കാൾ കുറവായിരിക്കും അതിൻ്റെ ശിഷ്ടം വരുന്നത്. ചോദ്യം ബി, 4 കൊണ്ട് ഹരിച്ചാൽ 3 മിച്ചം വരുന്ന സംഖ്യകളാണ് 3, 7, 11 എന്നിവ. തുടർന്ന് വരുന്ന 4 സംഖ്യകൾ കൂടി എഴുതുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? 3, 7, 11 എന്ന് വരുമ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? 3, 7, 11, അടുത്ത സംഖ്യ 15, 19, 23, 27 എന്നിവയായിരിക്കും അല്ലേ? പിന്നെ ചോദ്യം സി, ഇത് തുടർന്ന് എഴുതിയാൽ അതിൽ 100 ഉണ്ടാകുമോ? എന്തുകൊണ്ട്?
അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 മിച്ചം വരുന്നുണ്ട്, അഥവാ 3 ശിഷ്ടം വരുന്നുണ്ടല്ലേ. അപ്പോൾ 100 കൊണ്ട് നമുക്ക് 4നെ ഹരിച്ചാൽ 3 ശിഷ്ടം വരുമോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയുള്ള സംഖ്യകളെ ഈ പാറ്റേണിൽ ഉണ്ടാവും. അപ്പോൾ 100 ഹരിക്കണം 4 ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം ഒന്നും വരുന്നില്ല, 25 ഉത്തരം വരുന്നത്. അതുകൊണ്ട് 100 ഈ പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ശ്രേണിയിൽ ഉള്ള സംഖ്യ അല്ല എന്നതാണ് ഉത്തരം. ചോദ്യം ഡി, 169നെ 8ന്റെ മടങ്ങും മിച്ചവുമായി എഴുതുക. എങ്ങനെ ചെയ്യാം മക്കളെ? 169 ഹരിക്കണം 8 അതിന് നമ്മൾ ചെയ്യേണ്ടത്. 169നെ നമുക്ക് 8 ഗുണിക്കണം 21 എന്നും അതിലേക്ക് 1 കൂടെ കൂട്ടുക, അല്ലെ 8 ഗുണിക്കണം 21 കൂട്ടണം 1 എന്നെഴുതാം. അതുകൊണ്ട് 169നെ 8ന്റെ മടങ്ങും മിച്ചവുമായി എഴുതുമ്പോൾ നമുക്ക് 169 ഹരിക്കണം 169 സമം 8 ഗുണിക്കണം 21 പ്ലസ് 1 എന്നാണ്, അല്ലേ. ഇവിടെ 8ന്റെ മടങ്ങ് 168ഉം മിച്ചം 1ഉം ആണ്. പ്രവർത്തനം 5, ചോദ്യം എ, 18 ഗുണിക്കണം 12ന് തുല്യമല്ലാത്തത് ഏതാണ്? നമുക്കവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 18 ഗുണിക്കണം 12 എത്രയാണെന്ന് ചെയ്ത് നോക്കുക. 18 ഗുണിക്കണം 12 ചെയ്യുമ്പോൾ നമുക്ക് 216 ഉത്തരം വരുന്നത്. ഇനി ബാക്കി ഓരോന്നും ഗുണിച്ച് ചെയ്ത് നോക്കാം. 10 ഗുണിക്കണം 12 കൂട്ടണം 8 ഗുണിക്കണം 12, അതിനുത്തരം 216. പിന്നെ 20 ഗുണിക്കണം 12 കുറയ്ക്കണം 2 ഗുണിക്കണം 12, അതിനുത്തരവും 216. സിയുടെ ഉത്തരവും 216. ഡി ആണ് ഉത്തരം വരുന്നത്. ഡിയുടെ ഉത്തരം 216 അല്ല നമുക്ക് പ്രവർത്തനം ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ചോദ്യം ബി, 36 ഗുണിക്കണം 17 ചതുരത്തിൽ എഴുതി ഗുണിച്ചത് നോക്കൂ. വിട്ടുപോയവ എഴുതുക. അപ്പോൾ 30, 6 എന്നിങ്ങനെ 2 ഘടകങ്ങളാക്കിയിട്ട് എഴുതിയിട്ടുണ്ടല്ലേ. 6നെ എന്തോ വെച്ച് ഗുണിക്കുമ്പോൾ എന്താവുന്നുണ്ട്? 60 ആവുന്നുണ്ട്. 6നെ എന്ത് വെച്ച് ഗുണിക്കുമ്പോഴാണ് മക്കളെ 60 ആവുന്നത്? 10 വെച്ച് ഗുണിക്കുമ്പോഴാണല്ലേ. അപ്പോൾ ഇവിടെ 10 വരുന്നത്. പിന്നെ അതുപോലെ അപ്പോൾ 10 ഗുണിക്കണം 30 എന്ത് വരുന്നു? 300 വരുന്നു. പിന്നെ 10 ഗുണിക്കണം 6 60 വരുന്നു. അതുപോലെ 30 ഗുണിക്കണം 7 എത്ര വരുന്നു? 210 വരുന്നു. 6 ഗുണിക്കണം 7 42 വരുന്നു. 36 ഗുണിക്കണം 17 എത്രയാണെന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. 36 ഗുണിക്കണം 17 സമം എത്രയാണ് മക്കളെ? 30 ഗുണിക്കണം 10 കൂട്ടണം 30 ഗുണിക്കണം 7 കൂട്ടണം 6 ഗുണിക്കണം 10 കൂട്ടണം 6 ഗുണിക്കണം 7. അപ്പോൾ 300 കൂട്ടണം 210 കൂട്ടണം 60 കൂട്ടണം 42 സമം 612 ഉത്തരം. ചോദ്യം സി, 300 ഗുണിക്കണം 12 സമം 3600 ഇതുപയോഗിച്ച് കണ്ടെത്താവുന്ന ചില ക്രിയകൾ ചുവടെ തന്നിരിക്കുന്നു. നോക്ക്, കോളം 1ഉം കോളം 2ഉം ആണ്. ഇതിൽ കോളം 1-ലുള്ളവയ്ക്ക് തുല്യമായത് കോളം 2-ൽ നിന്ന് കണ്ടെത്തി എഴുതിയവയാണ് നമുക്ക് ചുവടെ തന്നിട്ടുള്ളത്. അതിൽ ശരിയായത് ഏത്? ആദ്യം നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരം കണ്ടുപിടിക്കാം. 299 ഗുണിക്കണം 12 ചെയ്താൽ എത്രയാണ് മക്കളെ? 2388. പിന്നെ ബി, 301 ഗുണിക്കണം 12 സമം 3612. സി, 300 ഗുണിക്കണം 13 3900. ഇനി ഇതിൽ കോളം 2-ൽ നോക്കൂ. 3600 കൂട്ടണം 300 3900, 3600 കുറയ്ക്കണം 12 3588, 3600 കൂട്ടണം 12 3612. അപ്പോൾ ഇതിൽ എയുടെ ഉത്തരം ബി, രണ്ടാമത്തെ കോളത്തിൽ 2ലേക്കാണ് മാച്ച് ആവുന്നത്. ബിയുടേത് 3ലേക്കും സിയുടേത് 1ലേക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 5-ാമത്തിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏതാണെന്ന് നോക്കൂ. അതിൽ എ 132 ഗുണിക്കണം 13ഉം 32 ഗുണിക്കണം 13ഉം തമ്മിലുള്ള വ്യത്യാസം താഴെ കൊടുത്തവയിൽ എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണം, അല്ലേ. അത് നമുക്ക് നോക്കാം. 132 ഗുണിക്കണം 13 കുറയ്ക്കണം 32 ഗുണിക്കണം 13 നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് രണ്ടിലും പൊതുവായിട്ട് 13 ഉണ്ടല്ലേ ഗുണിക്കാൻ. അപ്പോൾ 13 നമുക്ക് പുറത്തെടുത്ത് പൊതുവായി ഗുണിക്കാം. 13 ഗുണിക്കണം 132 കുറയ്ക്കണം 32, അതായത് 13 ഗുണിക്കണം 100 സമം 1300 ഉത്തരം വരുന്നത്. അപ്പോൾ ഇതിൽ 1300 ഉത്തരം വരുന്നത് എവിടെയാണ് മക്കളെ? 100 ഗുണിക്കണം 13 അല്ലേ. അപ്പോൾ എ ആണ് ഉത്തരം. ചോദ്യം ബി, 117നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച രീതിയാണ് താഴെ കാണുന്നത്. വിട്ടുപോയ ഭാഗങ്ങളിലെ സംഖ്യകൾ എഴുതുക. ഏതൊക്കെ സംഖ്യകളെയാണ് ഗുണിച്ചത്? ഗുണനഫലം എത്ര? വളരെ എളുപ്പമുള്ള കണക്കല്ലേ മക്കളെ ഇത്. നമുക്കറിയാം ഇങ്ങനെ ഗുണിക്കുമ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് വേണം ഗുണിക്കണം, അല്ലേ. 100നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം 1000 കിട്ടും. അതേതാ സംഖ്യ? 10. അപ്പോൾ ഇവിടെ 10 വരുന്നത്. പിന്നെ അതുപോലെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ കുളത്തിൽ ബാക്കിയുള്ള സംഖ്യകൾ എഴുതാം. ഇവിടെ 10, 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100, 10നെ 7 കൊണ്ട് ഗുണിച്ചാൽ 70. ഓക്കെ.
പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഏതോ ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 70 കിട്ടും. അപ്പോൾ സംഖ്യ 10 അപ്പോൾ ഇവിടെയുള്ള സംഖ്യ 10. 10നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മക്കളെ? 1000 ഉത്തരം വരുന്നത്. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100. പിന്നെ അതുപോലെ അടുത്തത് 100നെ എത്രയോ കൊണ്ട് ഗുണിച്ചാൽ 200 കിട്ടും. അതായത് 2 കൊണ്ട് ഗുണിച്ചാലാണ് 200 കിട്ടുക. അപ്പോൾ ഇവിടെ അവസാനത്തേത് 2 വരും. 100 ഗുണിക്കണം 2 200, 10 ഗുണിക്കണം 2 20, 7 ഗുണിക്കണം 2 14. ഇങ്ങനെയാണ് വിട്ടുപോയ ഭാഗങ്ങളിലെ സംഖ്യകൾ വരുന്നത്. പ്രവർത്തനം 6ൽ എ, ചിത്രത്തിൽ ചതുരത്തിനകത്ത് വൃത്തം വരച്ചിരിക്കുന്നു. താഴെ കൊടുത്തവയിൽ ശരിയായത് ഏത്? എ, വൃത്തത്തിന്റെ ആരം ചതുരത്തിന്റെ ഉയരത്തിന് തുല്യമാണ്. അതായത് ആരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൃത്തത്തിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗം അല്ലേ, അത് തെറ്റാണ്. വൃത്തത്തിന്റെ ആരത്തിന്റെ ഇരട്ടിയാണ് 2 മടങ്ങാണ് ചതുരത്തിന്റെ നീളം. വൃത്തത്തിന്റെ ആരത്തിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ അതായത് വ്യാസമായി. അപ്പൊ അത് ചതുരത്തിന്റെ നീളത്തിന് തുല്യമാണോ? ചതുരത്തിന്റെ നീളം വരുന്നത് ഇങ്ങനെയാണ്. അല്ല, അത് തെറ്റാണ്. സി, വൃത്തത്തിന്റെ ആരത്തിന്റെ ഇരട്ടിയാണ് ചതുരത്തിന്റെ ഉയരം. അതായത് വ്യാസത്തിന് തുല്യമാണ് ചതുരത്തിന്റെ ഉയരം. അത് ശരിയാണ് അല്ലേ. വൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയാണ് ചതുരത്തിന്റെ ഉയരം. അതും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ചോദ്യം ബി, നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നില് വൃത്തത്തിനകത്ത് ചതുരം, രണ്ടാമത്തേത് വൃത്തത്തിന് പുറത്ത് ചതുരം അല്ലെ. 5 സെന്റിമീറ്റർ വശമുള്ള സമചതുരങ്ങൾക്ക് അകത്തും പുറത്തും വട്ടങ്ങൾ വരച്ചിരിക്കുന്നു. ഈ അളവിൽ ചിത്രങ്ങൾ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ആ ചിത്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ചിത്രം സമചതുരത്തിന്റെ ഉള്ളിൽ വൃത്തം വരയ്ക്കുന്നത്. അത് ആദ്യം നിങ്ങൾ 5 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം വരയ്ക്കുക. സമചതുരത്തിന്റെ വശങ്ങളെ സ്പർശിച്ചുകൊണ്ട് അതിനുള്ളിൽ ഒരു വൃത്തം വരയ്ക്കുക. ഈ വൃത്തത്തിന്റെ വ്യാസം സമചതുരത്തിന്റെ വശത്തിന്റെ നീളത്തിന് തുല്യമായിരിക്കും. അതായത് 5 സെന്റിമീറ്റർ ആണ് വരയ്ക്കുന്നതെങ്കിൽ 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. 5 സെന്റിമീറ്റർ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. എന്നിട്ട് വൃത്തത്തിന്റെ പുറത്തുള്ള സമചതുരത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ ചിത്രം വരയ്ക്കേണ്ടത്, അതായത് വൃത്തത്തിനുള്ളിൽ സമചതുരം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. 5 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം ആദ്യം വരയ്ക്കുക. ഈ സമചതുരത്തിന്റെ മൂലകളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. ഈ വൃത്തത്തിന്റെ വ്യാസം സമചതുരത്തിന്റെ വികർണത്തിന് തുല്യമായിരിക്കും. അതായത് 5√2 എന്നായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. വികർണം എന്ന് പറയുമ്പോൾ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്കുള്ള ഒരു നമ്മൾ വരയ്ക്കുന്ന ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതാണ് വികർണം. അപ്പം അതിന് തുല്യമായിരിക്കും. അപ്പം അത് നിങ്ങൾ കോമ്പസിൽ അതേ അളവെടുത്തിട്ട് വരച്ചാൽ മതി. എന്നിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞ ഭാഗത്തിന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പ്രവർത്തനം 6ൽ ബി നോക്കൂ. നമുക്ക് അവിടെ ഒരു സാമാന്തരികം തന്നിട്ടുണ്ട്, ഒരു രൂപം തന്നിട്ടുണ്ട് അല്ലേ. ചോദ്യം എ, ചിത്രത്തിൽ താഴെയുള്ള വരയുടെ നീളം 5 സെന്റിമീറ്ററും ഇടത്തും വലത്തും വരച്ചിരിക്കുന്ന വരയുടെ നീളം 3 സെന്റിമീറ്ററുമാണ്. ഇടത്തും വലത്തും വരച്ച വരകൾ ഒരേ ചരിവിലല്ല. ചിത്രത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന താഴെ കൊടുത്തവയിൽ ഏതാണ്? എ, ഇതൊരു ചതുരമാണ്. പിന്നെ അത് തെറ്റാണ്. കാരണം ചതുരത്തിന്റെ എതിർവശങ്ങളും എതിർ കോണുകളൊക്കെ തുല്യമായിരിക്കും അല്ലേ. അതുപോലെ കോണുകളൊക്കെ എന്താവണം? 90 ഡിഗ്രി ആവണം. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി അല്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഇത് തെറ്റാണ്. ബി, ഈ ചിത്രത്തിൽ താഴെയും മുകളിലുമുള്ള വരകൾ ഒരേ നീളമുള്ളവയാണ്. അത് ശരിയാണ് അല്ലേ. കാരണം ചിത്രത്തിൽ താഴെയുള്ള വരയുടെ നീളം 5 സെന്റിമീറ്ററും ഇടത്തും വലത്തും വരച്ചിരിക്കുന്ന വരയുടെ നീളം 3 സെന്റിമീറ്ററുമാണ്. ഇടത്തും വലത്തും വരച്ച വരകൾ ഒരേ ചരിവിലല്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ചിത്രം ഒരു സാമാന്തരികത്തെയാണ് കാണിക്കുന്നത്. സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യ നീളമുള്ളവയായിരിക്കും. അതിനാൽ താഴെയുള്ള വരയുടെ നീളം 5 സെന്റിമീറ്റർ ആണെങ്കിൽ മുകളിലുള്ള വരയുടെ നീളവും 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇടത്തും വലത്തുമുള്ള വരകളുടെ നീളം 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് അവയും തുല്യ നീളമുള്ളവയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ, 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. അതിൽ തന്നിരിക്കുന്ന പാറ്റേൺ വരച്ച് ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക. എങ്ങനെ മക്കളെ ഈ ഇതിൽ വൃത്തം വരച്ച് പാറ്റേൺ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നിർമ്മാണ രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യം 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് അങ്ങനെ വരയ്ക്കുക കേട്ടോ, അതറിയാലോ നിങ്ങൾക്ക്. രണ്ടാമതായി നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് വൃത്തത്തിന്റെ ചുറ്റളവിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. മൂന്നാമതായി കോമ്പസിന്റെ ആരം മാറ്റാതെ ആ ബിന്ദുവിൽ നിന്ന് ആരം വെച്ച് വൃത്തത്തിൽ അടുത്ത ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. നാലാമതായി ഈ പ്രക്രിയ നിങ്ങൾ 6 തവണ ആവർത്തിക്കുക. അതായത് 6 വശങ്ങളുള്ള ഒരു രൂപമാണ് ഉള്ളിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് വൃത്തത്തെ 6 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക. ഇപ്പോൾ വൃത്തത്തിനുള്ളിൽ ഒരു ഷഡ്ഭുജം രൂപപ്പെടുന്നതിന് ഈ 6 ബിന്ദുക്കളെ യോജിപ്പിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഷഡ്ഭുജത്തിന്റെ ഓരോ മൂലയിൽ നിന്നും എതിർവശത്തുള്ള മൂലകളിലേക്ക് വരകൾ വരച്ച് നക്ഷത്ര പാറ്റേൺ പൂർത്തിയാക്കുക.
ആവശ്യമെങ്കിൽ പാറ്റേൺ ഷെയ്ഡ് ചെയ്ത് മനോഹരമാക്കുക. അവയുടെ നീളം തുല്യം നീളം ഉള്ളവയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചോദ്യപേപ്പറിൽ ചെയ്യാനായിട്ടുള്ളത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്